എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാം. അൾത്താരയിൽ എന്നെ ബലിയായി നൽകാം. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാം. അൾത്താരയിൽ എന്നെ ബലിയായി നൽകാം. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്കേ. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും.
സാബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തേ കൈവെടിഞ്ഞെന്നെ. ഏലോയ് ഏലോയ് ലമാ സാബക്താനി. എന്റെ ദൈവമേ, എന്തേ കൈവെടിഞ്ഞെന്നെ. കൂരിരുവാണികളും തുളച്ചു കയറുമ്പോഴും സ്വന്ത ഹൃദയം കുത്തിത്തുറന്ന് രക്തം ചിന്തിയോ നിസ്തുല സ്നേഹത്താൽ ശത്രുകരങ്ങളിലും നിസ്സഹായകനായി നിലം പതിച്ച ശിശുവിനെ പോൽ നിലവിളിച്ചോ നീ. യേശുവേ, എന്റെ യേശുവേ, യേശുവേ, എന്റെ യേശുവേ. പിതാവേ, ഇവരോട് പൊറുക്കേണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. ഘോരശത്രുക്കൾ ചുറ്റിലും കൂടിക്കൂടി ഇറങ്ങി വാ ദൈവപുത്ര, 3 ദിവസം കൊണ്ടാലയം പണിയുന്ന മാന്ത്രിക സിദ്ധനോ നീ. മുഷ്ടിച്ചുരുട്ടിയവർ പല്ലുകളിറുമ്മിയവർ ആരുമില്ലാശ്വാസം മിത്രമായി കരുതിയ ഉറ്റവരൊക്കെയും കൂട്ടമായി വിട്ടുപോയി. യേശുവേ, എന്റെ യേശുവേ, യേശുവേ, എന്റെ യേശുവേ.
എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, ആത്മാക്കൾക്കായി ഞാൻ ദാഹിക്കുന്നു. കരയാത്ത കണ്ണീരാ കവിൽ തടം ചാലുകളാ, നിലയ്ക്കാത്ത കഥനത്താൽ ദേഹവും ദേഹിയും മരുഭൂ പോലെ വരണ്ടുണങ്ങിയല്ലോ. ചുടുനീളധാരകൾ ചുവപ്പു ചാലുകളാ, ഈ ധര മുഴുവനിലും കഴുകി ഒഴുകി കൃപയായി തഴുകി മണ്ണിലലിഞ്ഞല്ലോ. യേശുവേ എന്റെ യേശുവേ, യേശുവേ എന്റെ യേശുവേ. പിതാവേ പിതാവേ എല്ലാമിതാ പൂർത്തിയായിരിക്കുന്നു, ഈ ബലിയെ അവിടുന്ന് സ്വീകരിക്കണമേ. പിതാവേ അവിടുന്ന് സ്വീകരിക്കണമേ.
ആത്മാവിൻ ഭോജനമേ ആരാധനാപാത്രമേ ആരാധനാപാത്രമേ ഇന്ന് കുട്ടികൾക്ക് സ്ഥൈര്യാഗ്രഹവും പ്രഥമ
ആദ്യമായി തിരുനാൾ തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധരുടെ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നതാണ്.
എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്തവരും അവരുടെ കണ്ണുകളിൽ മുടക്കരുത്. അവർ അവരോട് ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിങ്ങൾ അവരോട് അന്യോന്യം മതപ്രതിവാദം ചെയ്യുന്നത്? അവർ പ്രാരംഭത്തിലായിരുന്നു. അവരുടെ പേരുള്ളവരും അവരോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ നിരോധനം നടന്ന സംഭവമൊന്നും അറിയാത്ത പരിചിതനാണ് നീ. അവരവരോട് ചോദിച്ചു, ഏത് കാര്യം? അവർ അവരോട് പറഞ്ഞു, നസ്രനായ യേശുവിനെ തന്നെ. അവൻ ജീവിതത്തെയും ജനമുഴുവന്റെയും അവരുടെ വാക്കുകൾ വിളക്കുകയും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പ്രധാന പുരോഹിതന്മാരും ഭരണാധിപന്മാരും അവനെ മരണവിധിക്ക് എത്തിച്ചു കൊടുക്കുകയും അവർ അവനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇവൻ ഇസ്രായേലിനെ മോചിപ്പിക്കാറുള്ളവൻ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇദ്ദേഹത്തെ പറഞ്ഞ് ഇവയെല്ലാം സംഭവിച്ചത് മൂന്നാം ദിവസമാണ്. മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ അറിയുന്നത് പോയിരുന്നു. എന്നാൽ അവരുടെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങളുടെ ദൂതന്മാരുടെ ദർശനമുണ്ടായിരുന്നു. അവർ ജീവിച്ചിരിക്കുന്നതിന് അറിയിച്ചിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരും കടലെങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, ഭാഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്തവരും ഹൃദയം മങ്ങിപ്പോയിക്കൂടി മിശിഹായ്ക്ക് ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയില്ലേ? അനന്തരം മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും ലേഖനങ്ങളെല്ലാം തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവ അവനവർക്ക് അയച്ചു കൊടുത്തു. അവർ നിന്നിരുന്ന ഗ്രാമത്തോടടുത്ത്, എന്നാൽ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് വസിക്കുക. സായംകാലമായി അവരുടെ സ്ഥിതിക്കാണ്. അവൻ അവരോടുകൂടെ വസിക്കാൻ അകത്ത് പ്രവേശിച്ചു. അവരുടെ ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവരാകട്ടെ അവരിൽ അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ നമ്മോട് സംസാരത്തിൽ ഇടയ്ക്കുമ്പോഴും നമ്മോട് ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ച് ഇടയ്ക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഇരിക്കുകയായിരുന്നില്ലേ? അവർ ആ മണിക്കൂറിൽ തന്നെയും എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോട് ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായ പ്രവചനത്തിൽ ശിമയോൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴി വെച്ചുണ്ടായ എന്തെന്നും അപ്പമൊരിക്കൽ അവർ അവനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്നും അവർ വിശദീകരിച്ചു. ഈശോയിലും പ്രിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ, പ്രിയപ്പെട്ട വൈദികരെയും ഏറ്റവും പ്രിയമുള്ള സിസ്റ്റർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരികളെ, മറ്റവരെ ഏറ്റവും പ്രിയരായ ഇന്ന് സ്നേഹിതരും അതികുർബാന സ്വീകരിക്കുന്ന നിയമമാണ്. ഇന്ന് തിരുസഭയിലെ ഒരു വലിയ നാൾ ആഘോഷിക്കുകയാണ്. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിലാണ് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. ഈ ആരാധന കാലങ്ങൾ മത്സരം അല്ലെങ്കിൽ സമയം ഏലിയസ് ദേവാംശകാലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അക്കാലഘട്ടത്തിൽ ഞായറാഴ്ചയിലേക്കാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ഏലിയസ് ദേവാംശകാലം നമ്മുടെ ചിന്തയെ കൊണ്ടുവരിക 3 പ്രത്യേക പേരുകളാണ് നമുക്കറിയാം. പടിഞ്ഞിലെ പ്രമുഖ പ്രവാചകരായ ഏലിയയെയും ഒപ്പം മോശയെയും പേരുകളോടൊപ്പം തന്നെ നടുവിലായി ശ്രീവ അല്ലെങ്കിൽ വിശുദ്ധ എന്നുള്ള നാമവും നമ്മൾ കാണുന്നു. കുർബാന ഇപ്പോൾ ഉണ്ട്. നമ്മൾ ആ രീതിയിലേക്ക് ഈ പള്ളിയിൽ നമ്മൾ കുർബാനയ്ക്ക് ഞായറാഴ്ച നമ്മുടെ കുർബാന അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന ത്യാഗത്തോട് ചേർന്ന് നമ്മൾ അല്പം അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റുവെച്ച് നമ്മുടെ കുർബാനയിലേക്ക് വരുവാനും ആ കുർബാനയ്ക്ക് പങ്കുകൊള്ളുവാനും നമുക്ക് സാധിക്കും. ഇന്ന് നമ്മൾ നമ്മുടെ വിശ്വാസത്തോടെ അഭിമാനിക്കുന്നെങ്കിൽ അത് നമ്മുടെ കാരണന്മാരെ നമ്മുടെയൊക്കെ ശനിയാഴ്ചയൊക്കെ പള്ളിയിൽ വെറുപ്പിനെ ഏൽപ്പിച്ചു വിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞു, കുർബാനയ്ക്കുള്ള പറഞ്ഞു, വേറെ ആളുകൾ ഞായറാഴ്ച മണക്കാരത്തെ അത് വെള്ളക്കാരത്തെ അയച്ചു. അതിൻ്റെയൊക്കെ ഗുണമാണ് നമ്മളില്ലായിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ വേദപാഠ കാര്യങ്ങളൊന്നും തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ വേദപാഠത്തിൻ്റെ എല്ലാ കുട്ടികളെയും പറഞ്ഞു വിടണം. നമ്മുടെ അധ്യാപകരെ ഓർഗനൈസായിട്ടാണ് സേവനം ചെയ്യുന്നത്. അവർ വളരെ മനോഹരമായ അർപ്പണ മനോഭാവത്തോടെ എല്ലാ സമയം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ത്യാഗത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെ വിശ്വാസം വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഈ മിഷൻ സിദ്ധാന്തം തുടങ്ങിയ വർഷങ്ങളായി എങ്കിലും നമുക്ക് സ്വന്തമായ സംവിധാനം ഒന്നും ആയിട്ടില്ല. നമ്മൾ ഇത്രയും പേര് കൂടിയുണ്ട്. എല്ലാവരും കൂടിയാൽ വലിയ
കൊടുക്കട്ടെ, അവനുണ്ടെങ്കിൽ അവൾ കൊടുക്കട്ടെ, അവർ കൊടുക്കട്ടെ എന്നതിനേക്കാൾ വലിയായി എനിക്ക് എൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യമാണ്. അതുകൊണ്ട് ഞാൻ കൂടി സഹകരിച്ചാൽ ഈ കണക്കിലോട് നിങ്ങളുടെ ബോധ്യത്തോടുകൂടി നമ്മളെല്ലാവരും സഹകരിക്കുമ്പോൾ ആർക്കും വലിയ ഭാരമാകാതെ എല്ലാവർക്കും സൗകര്യപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ വരും. ഇപ്പോഴേ നമ്മുടെ വിപണിയിലെ ശിക്ഷാവിലെ വിപണിയിലെ 33 ഇടവകളുണ്ട്. സ്വന്തം പള്ളി ആളുകളാണ് ഇടവകയാക്കുന്നത്, അതുപോലെ മിഷനായി. അപ്പൊ അതുകൊണ്ട് ഈ 33 ഇടവകളെല്ലാം ഒരുപോലെ വലുതല്ല. തീരെ ചെറുത്, ഏറ്റവും ചെറുത് ശരത്തോടെയുള്ള 27 ഫാമിലിയോടുണ്ടെങ്കിൽ അവർ 21 ഫാമിലിയാണ് സഹകരിച്ച് അവരുടെ സ്വന്തം പള്ളിയുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ അതായിട്ട് ചെറിയ സമൂഹമായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് 100 താഴെ കുടുംബങ്ങളുള്ള ഒത്തിരി കമ്മ്യൂണിറ്റികളുണ്ട്. ഇവിടെയൊക്കെ ഓസ്ട്രേലിയയിൽ പള്ളി വാങ്ങിച്ചു, ബാൽറ്റിമോറിലെ പള്ളി വാങ്ങിച്ചു, ഇടവകയാക്കി. ഇതൊക്കെ 100 താഴെ കുടുംബങ്ങളിലും. ഇവിടെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത് 100-ലധികം കുടുംബം വീണ്ടും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ നാളെ അവസരങ്ങൾ വിശേഷാവസരങ്ങൾ ഏറെ പേര് വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറെ സന്തോഷമുള്ള ബാലകളൊക്കെ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ദൈവത്തെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മളിവിടെ വാങ്ങുന്ന നിങ്ങൾ വന്നൊരു മാത്രമല്ല ആരെങ്കിലും വരാറുണ്ട്, അവിടെ എല്ലാവരെയും വിളിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ക്ഷണിക്കുകയും കാരണം ഇത് നമ്മൾ സീറോ പർപ്പസ് എല്ലാവരും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഇടവക സമൂഹത്തിലുള്ളത്. അത് നമ്മൾ വളർത്തിയെടുക്കുകയാണ്. ത്യാഗമുണ്ട്, കുറച്ചൊക്കെ സാമ്പത്തിക സഹായം ചെയ്യേണ്ടി വരും, കുറച്ചൊക്കെ അസൗകര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ത്യാഗത്തിലൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനെ അഭിമാനിക്കാൻ നമുക്ക് പറ്റുന്നത്. ദൈവം ഒന്നിനെ നൂറായി വരുമെന്നാണ്. ഔദാര്യത്തോടു കൂടി ഉദാഹരണത്തോട് നമ്മൾ കൊടുക്കുമ്പോഴേ ദൈവം പതിവുകളിൽ നമുക്ക് നൽകും എന്നുള്ളത് കൊടുക്കുന്നവരുടെ അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ദശാംശം കൊടുക്കുമ്പോൾ പണിക്ക് പറഞ്ഞിട്ട് പുതിയ വേറെ പറയുന്നുണ്ട്. പക്ഷേ ദശാംശം നമ്മൾ ആരും ഇങ്ങനെയുള്ള കാര്യം കേട്ടാൽ മൊത്തം കൊടുക്കുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ദശാംശം കൊടുക്കുന്ന ആളുകളെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് ആർക്കും അതിന് ഒരു കുറവ് വന്നിട്ടില്ല. നമ്മുടെ ആളുകൾ ചുരുക്കം പേര് കരിസ്മാറ്റിക് പ്രസ്ഥാനം ചുരുക്കം പേര് കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. അവർക്ക് ഒരു കുറവും വന്നിട്ടില്ല, കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുന്ന സന്തോഷപ്പെടും. അപ്പൊ നമ്മൾ അത്രയും കൊടുക്കണം ഞാൻ പറയുന്നില്ല, എങ്കിലും ആവശ്യമനുസരിച്ച് നമ്മൾ നല്ല മനസ്സോടെ കൊടുക്കാൻ സഹകരിക്കാൻ തയ്യാറാവുക. ഇത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഞാൻ പിതാവായതുകൊണ്ട് പറയുകയല്ല, എൻ്റെ ആവശ്യമില്ല ഇതിനേക്കാൾ എനിക്ക് ആവശ്യമുണ്ട്. നല്ല ആഗ്രഹമുണ്ട്, അത് ശരിയാണ്, പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛനും ഫ്രാൻസിസിനും നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു സ്വന്തം പള്ളികളാണ്, വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പറയും. അതുപോലെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. അങ്ങനെ നല്ല ആഗ്രഹത്തിലൂടെ നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. ഒന്നിച്ച് നമുക്കൊരു സ്വന്തമായ ആരാധന ഉണ്ടാകുന്ന പ്രാർത്ഥന തുടങ്ങുക. അതിൻ്റെ പരിപാടികളാണ്. അത് ഇപ്പം നമ്മുടെ എല്ലാ കുർബാനയിലും നമ്മുടെ കുർബാനകളും ചെല്ലുക. എല്ലാ വീട്ടിലേക്കും ഒരു ഗോപിയുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കുമ്പോഴേ ചെല്ലുക. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുമക്കളോട് പ്രാർത്ഥിക്കുമ്പോഴേ അവരെ കേൾക്കും, സംശയമില്ല. അത് എപ്പോഴാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും വേഗ മനസ്സോടെ പ്രാർത്ഥിക്കുകയും അതിനായിട്ടുള്ള സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വീക്ഷണ അനുസരിച്ച് അതിൻ്റെ ഉത്തരത്തെ തരും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, ചിലപ്പോൾ ചില സമയം എടുക്കുമായിരിക്കും. അത് തമ്പുരാൻ വിട്ടുകൊടുക്കാം. അത് എവിടെയും എങ്ങനെയും അത് തമ്പുരാൻ വിട്ടുകൊടുക്കാം. പക്ഷേ നമുക്കൊരു ആവശ്യമാണ്. സ്വന്തം ഒരു സൗകര്യപ്പെടാൻ നമുക്ക് നമ്മുടെ കുർബാനയൊക്കെ എൻ്റെതായ സമയം കാലത്തൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ വലിയവർക്ക് അവിടെ വരാനും വരുവാനും മാത്രമല്ല മറ്റേ ആക്ടിവിറ്റി ശരീരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ സൗകര്യങ്ങൾ വേണം. ചെലവുണ്ട്. പക്ഷെ ആ ചെലവ് എല്ലാം എന്തിനാണ്? നമ്മുടെ ജീവിതം വിശദീകരിക്കാൻ വേണ്ടിയുള്ളത്. തമ്പുരാൻ തന്നെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ പുണ്യ മാതൃകയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രതീക്ഷിക്കും. തോമസിന്റെ വിശ്വാസ എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, ഉയർത്തുന്ന എൻ്റെ കർത്താവിനെ തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴും അത് വിദൂരത്തിലേക്ക് പോകാനുള്ള ഒരു കമ്മീഷനിങ് ആയിരുന്നു. അൽഫോൻസാമ പഴയകാലത്തെ വലത്തില് താമസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സഹിച്ച് ജീവിച്ചപ്പോഴേ ഇന്ന് അവരുടെ പ്രഭാതം അറിയപ്പെട്ടവളായിരുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ മാത്രം വിശുദ്ധിയല്ല, കത്തോലിക്ക സഭയിൽ എല്ലാവരുടെയും വിശുദ്ധിയായിട്ടാണ്. ഈ കഴിഞ്ഞ് വരുന്ന നവംബർ
സമയത്ത് ഒരു അനുഗ്രഹീതമാണ് ഈ വിശുദ്ധരിലൊക്കെ പുണ്യ പാദ സ്പർശമേറ്റ മണ്ണിൽ ജീവിച്ച് കടന്നുപോയവരെ പുണ്യപാദങ്ങൾ പിന്തുടർന്നവർ നമുക്ക് അഭിമാനിക്കാനുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ വിശുദ്ധരാക്കി എന്നുള്ളത് നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടാണ് നമുക്ക് വിശുദ്ധിലേക്ക് എവിടെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ വിശുദ്ധ പാദങ്ങൾ അവരുടെ ആത്മാരങ്ങൾ ചിന്തുകൊണ്ട് നമുക്ക് വിശുദ്ധി വളരെ പോകാനുള്ള ഭാഗ്യങ്ങൾ നമ്മുടെ സ്വന്തമായ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ സ്വന്തമായ ആരാധനകളും, നമ്മുടെ സ്വന്തമായ ദേവാലയ സംവിധാനം, നമ്മുടെ സ്വന്തമായ കുടുംബ അന്തരീക്ഷം, നമ്മുടെ സ്വന്തമായ വിശ്വാസ പരിശീലനം, ഇതൊക്കെയാണ് നമ്മെ ദൈവത്തോടുള്ള നിർത്തുന്നത്. സഭയെ അഭിമാനിക്കാനാണ്. കാരണം ആ കത്തോലിക്ക എന്ന് പറഞ്ഞിട്ടാണ് കത്തോലിക്ക സഭയെ എന്ന് പറയുന്നത് സഭ എല്ലായിടത്തും ഇല്ലെന്നുള്ള ശരിയാണ്. പക്ഷേ നമ്മൾ കത്തോലിക്കരായിരിക്കുന്നത് സീറോ സഭയിൽ അംഗങ്ങളായിട്ടുണ്ടാണ്. ലത്തീൻ സഭയിൽപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള മറ്റ് സഭയിൽ അംഗമായിരിക്കുന്നത് അവർ ലത്തീൻ സഭയിലെ അംഗങ്ങളായിട്ടുണ്ടാണ്. മലങ്കര സഭയിൽപ്പെട്ട കത്തോലിക്കരായിരിക്കുന്നത് മലങ്കര സഭയിലെ അംഗങ്ങളായിട്ടുണ്ടാണ്. ഇങ്ങനെ 23-22 വ്യക്തി സഭകളിലെ അംഗമായിട്ടുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ. അല്ലാതെ വേറെ ഇതിന് ഈ പർട്ടിക്കുലർ ചർച്ചിൽ മാറി വേറെ കത്തോലിക്ക സഭയില്ല. ഇതിന്റെ എല്ലാത്തിന്റെയും പരമാധ്യക്ഷൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയാണ് നമ്മളെല്ലാവരും. എങ്കിലും നമ്മൾ ഓരോരുത്തരും ഓരോ പ്രാദേശിക സഭയിലെ അംഗങ്ങളാണ്. അതാത് പ്രാദേശിക സഭയെ വളർത്താനും നമ്മൾ എവിടെ കയറുന്നാലും കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു രൂപത അംഗീകരിച്ചു തന്നതും മറ്റ് സംവിധാനങ്ങൾ സഭാസംഘങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോഴേ ദൈവത്തിന് പ്രത്യേക അനുഗ്രഹത്താലും നമ്മുടെ രൂപതയിലെ മറ്റൊരു കൊച്ചുപിതാവിനെ കൂടി കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോയി ആലപ്പാറ്റച്ഛനെ പുതിയ സഹായത്തിന് നമ്മുടെ രൂപതയിലെ സഹായകരായിട്ട് ക്രിസ്തുവിനായി നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വസ്ത്രാഭിഷേകവും വലുതിന്റെ വിരുദ്ധ ശനിയാഴ്ച സെപ്റ്റംബർ 27-ാം തീയതി ചിക്കാഗോ കത്തീഡ്രലിൽ വെച്ച് നടത്തുന്നതാണ്. നമ്മുടെ സഭയിലെ പിതാവുതരനായ പിതാവ് വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് എല്ലാ പിതാക്കന്മാർ വരുന്നുണ്ട്. ഇവിടെ അമേരിക്കയിലുള്ള നമ്മുടെ പിതാക്കന്മാരെ സംബന്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ അവസരമാണ്. നിങ്ങളെല്ലാവരെയും അതിരിക്കണമെങ്കിൽ വളരെ പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുകയും ചെയ്യും. പിന്നെ ആ കോൺസെൻട്രേഷൻ സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും അതിനുള്ള പ്രാർത്ഥന എല്ലാ പള്ളികളിലേക്കും വേണ്ടിയുള്ളത് പ്രാർത്ഥിച്ചൊരുക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന ചൊല്ലി വരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ തിരിക്കറപ്പുകളൊക്കെ അനുഗ്രഹമായി വരുവാനും പുതിയ പിതാവ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി പിതാവിന്റെ ജീവിതവും പ്രവർത്തനവും വരുവാനും നമ്മൾ ദൈവാത്മാവിനെ പ്രാർത്ഥിക്കുന്നു. ആ രീതിയിൽ നമ്മുടെ സഭയുടെ വളർച്ചയിൽ നമുക്ക് ഓരോരുത്തർക്കും നന്നായി പങ്കിട്ട് അത് നമ്മൾ ഓരോരുത്തർ വഹിക്കാൻ തയ്യാറാകുമെന്ന് ഒരിക്കലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ തീഷ്ണമായ ജീവിതത്തിന് മുമ്പിൽ, പ്രാർത്ഥന ജീവിതത്തിന് മുമ്പിൽ, സഹന ജീവിതത്തിന് മുമ്പിൽ, അർപ്പത ജീവിതത്തിന് മുമ്പിൽ, വിശ്വാസ സാക്ഷി ജീവിതത്തിന് മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതവും സാക്ഷ്യമാക്കി റെഡിയാക്കണമെന്ന് നായകരുടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയുടെ തിരുനാൾ കഴിഞ്ഞിട്ടേയുള്ളൂ. സെപ്റ്റംബർ 8 അമ്മയുടെ സംരക്ഷണയിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുപിതാവിനെ സംരക്ഷിക്കാൻ യേശുപിതാവിന്റെ ദൈവങ്ങളുടെ ധൈര്യം നമ്മൾ മനസ്സിലാക്കാം. ശ്രദ്ധിഷ്ടത നമ്മുടെ ഓരോരുത്തരെയും നയിക്കട്ടെ. അൽഫോൻസാമിന്റെ ശരണശിയുടെ പ്രാർത്ഥന മനോഭാവം നമുക്ക് ശക്തി പകരട്ടെ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലുള്ള ബാലസ്ഥങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ അവരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിതവും നമുക്ക് ഒരു കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് ഇടയാക്കാൻ അവർക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും തലതൊഴിലുകൾക്ക് വേണ്ടിയും നമ്മുടെ ഇടവസത്തിന് മുഴുവൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. On behalf of all communions, confirmants, I humbly invite our beloved priests, parents, brothers, sisters, and friends. Please pray for us on the sacred and auspicious moments of our spiritual life. Lord, strengthen us with your gifts of grace to love and serve as a disciple of Christ. Fill us with the joy of your presence, the fruit of your Spirit, the spirit of wisdom and understanding, the spirit of love, patience, and gentleness, the spirit of wonder and true holiness. God of all ages, you send out your Spirit to touch the
Look kindly on us as we will listen to your voice. Open our hearts to your Spirit and bring to fulfillment the good work you have begun in us. Heavenly Father, you sent your Spirit to transform the apostles into heroes of evangelical strength on the day of Pentecost. Thank you for granting that same Spirit to us in the sacrament of confirmation. Shower upon us the sevenfold gifts of the Spirit, so that we may more closely resemble Jesus and be brave witnesses in the world to you and your beloved Son. Amen. Let us all stand for the praise of the faithful apostles. Holy Spirit, we pray for the gift of wisdom. May we learn to see your love in the beautiful and painful experiences of our lives. For this we pray. Lord, hear our prayer. Holy Spirit, we pray for the gift of understanding. May we come to accept what you ask of us through prayer and boldness to one another. For this we pray. Lord, hear our prayer. Holy Spirit, pray for the gift of knowledge. May we come to know you in faith, a faith that grows as we depend on love for you and each other. For this we pray. Lord, hear our prayer. Holy Spirit, we pray for the gift of counsel. May we learn to share your love by listening to those who need to talk and by giving encouragement. For this we pray. Lord, hear our prayer. Holy Spirit, we pray for the gift of fortitude. May we have the grace to do what is right even when it is difficult. For this we pray. Lord, hear our prayer. Holy Spirit, we pray for the gift of pity. May we be faithful people who honor you with our words and actions. For this we pray. Lord, hear our prayer. Holy Spirit, we pray for the gift of fear of the Lord. May we always remember that you are our God. By ourselves we are weak, but your love enables us to do wonderful things. For this we pray. Lord, hear our prayer. Holy Spirit, we pray for our Holy Father, Pope Francis, our Major Archbishop, Mar George, and the Bishop of our diocese, Mar Jacob, all priests, deacons, and religious, that their example may lead us to follow Jesus more closely. For this we pray. Lord, hear our prayer. Holy Spirit, we pray for our friends and family who are here with us, and also for those who are unable to be here, that all may share in the joy and peace we feel in our hearts on this special day. For this we pray. Lord, hear our prayer. Holy Spirit, we pray for peace in our world, especially in places of violence and oppression. We especially pray for the persecuted Christians in the world. Lord, hear our prayer. Let us commend one another and ourselves to the Father, the Son, and the Holy Spirit. Lord God, we commend ourselves to you. Lord Almighty God, we humbly pray. Fill these children with your Spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and to seek you all in adversity. Bless them to bear strong witness to you in life
and enough day to find the bliss of eternal happiness. Father, Son, and the Holy Spirit, forever. Amen. My dear candidates of confirmation, I have a short question to you, and the answer will be yes, I do. Okay? The answer will be yes, I do. Here is a question to you. My dear children, being filled with the Holy Spirit and confirmed in faith, do you desire to witness to Christ? Yes. May God bless you. Now let us sing together the hymn to the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനകാലം നമുക്ക് വിചാരിപ്പിക്കാം. ഈ മക്കളുടെ മേലും നമ്മുടെ മേലും ദൈവാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. Dear brothers and sisters, the celebrant begins to sign these children with the plenitude of the grace of the Holy Spirit. In preparation, he now prays to himself. Staying devout and diligent, let us pray in silence. Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You showed the church the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer these things to these children, Father, Son, and the Holy Spirit, forever. Amen. Now I ask all the candidates to bow down your heads for the prayer of imposition of hands. God our Father, you have granted us through baptism, new birth, membership in the mystical body of Christ, entitled to eternal life. Sign these servants the promised Spirit, and give them the spirit of mediation, that they may call you Abba, Father. Empower them, being filled with the divine Spirit, through the imposition of hands,
By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, your beloved Son, and to the Holy Spirit, now, always, and forever. Amen. Now, every individual anointing, I will sit on the chair, and this candidate, accompanied by the sponsor, will come, and the candidate will kneel down. The sponsor will touch the right shoulder of the candidate with the right hand. സ്വല്പം കൂടെ നടത്ത് നടന്നേക്ക് എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ അതേ മാതിരി വയ്ക്കും. ഇതിലൂടെ കമ്പിട്ട്
Thank you.